സരിത എസ് നായർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അതിലേക്ക്. താങ്കളുടെ അറസ്റ്റ് വരെ മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി കൊടുത്ത മൊഴി. ഇതിന് എതിരായിട്ട് താങ്കൾ പറഞ്ഞ് വിഷ്ണുനാഥിനെ പരിചയപ്പെടുത്തിയതും വിഷ്ണുനാഥിന്റെ ലെറ്ററിൽ CM-ന്റെ റെഫറൻസ് ഉണ്ടായിരുന്നില്ല. ഇത് സംബന്ധിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി 25-ാം തീയതി അദ്ദേഹത്തിന്റെ കമ്മീഷന്റെ സിറ്റിംഗിനിടയ്ക്ക് അദ്ദേഹം വളരെ ഇതായിട്ട് നിഷേധാത്മക നിലപാടെടുത്തിരുന്ന ഒരു വിഷയമാണ് ടീം സോളാറിന്റെ എന്റെ അറസ്റ്റ് വരെ. എന്തിന് സരിത എന്ന പേര് പോലും അറസ്റ്റിന് മുമ്പ് അറിയില്ലായിരുന്നു, സരിത എന്നുള്ള പേര് അറിയില്ല എന്നൊക്കെ വ്യത്യസ്തമായ 2-3 മൊഴികൾ ഞാൻ കേട്ടിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് ഏകദേശം 2012 ജനുവരി തൊട്ട് പിന്നെ ഫെബ്രുവരി മാർച്ചിനകത്തുള്ള ഫസ്റ്റ് നിയമസഭാ സമ്മേളനത്തിന്റെ സമയത്ത് എന്നെ പറ്റി വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ കമ്പനിയെ പറ്റി വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ തന്നെ ഭരണകക്ഷി MLA ആയ ശ്രീ PC വിഷ്ണുനാഥിന് ഒരു റെഫറൻസ് കൊടുത്തത്. സോളാറിന്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ പ്രോജക്ട്സ് ഡീൽ ചെയ്യുന്നവർ എന്ന് പറഞ്ഞു തന്നെയാണല്ലോ ഞങ്ങൾ സോളാർ പദ്ധതിയുമായി PC വിഷ്ണുനാഥുമായി സംസാരിക്കുന്നത്. അദ്ദേഹം നമുക്ക് സ്ട്രീറ്റ് ലൈറ്റിന്റെ പദ്ധതി അംഗീകരിച്ചതിന് ശേഷം ഒരു റെഫറൻസ് റിക്വസ്റ്റ് ലെറ്റർ കളക്ടർക്ക് റിക്വസ്റ്റ് ലെറ്റർ നൽകുന്നതിനോടൊപ്പം ടീം സോളാറിന് ഒരു ഒഫീഷ്യൽ അപ്രൂവൽ ലെറ്റർ നൽകി. അതായത് തത്വത്തിൽ അംഗീകരിച്ചു, ഇതുപോലെ ഇന്ന വിഷയങ്ങൾ ഒരു റെഫറൻസ് ലെറ്റർ നമുക്ക് നൽകിയതിനകത്ത് വിത്ത് റെഫറൻസ് ഓഫ് ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്ന് പറഞ്ഞ് തന്നെയാണ് ആ ലെറ്റർ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതിൻ്റെ തിരക്കുകൾ മാറ്റിവെക്കുന്ന ഏതെങ്കിലും ഒരു ദിവസത്തിന് അടുത്ത ദിവസം എനിക്ക് ആ ലെറ്റർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഈ മുഖ്യമന്ത്രി മൊഴിയിൽ പച്ചക്കള്ളം പറഞ്ഞു എന്നൊരു പരാമർശം ഇപ്പം കമ്മീഷനകത്ത് സരി നടത്തിയത് പശ്ചാത്തലം അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കൊടുത്ത ഡിപ്പോസിഷൻ അതിൻ്റെ കണ്ടിന്യൂഷനിലാണ് വന്നത്. ആ കണ്ടിന്യൂഷനിൽ ഒത്തിരി ആരോപണങ്ങൾ മാധ്യമങ്ങളിൽ വന്നു. പല ഇപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ ചേർത്ത് വന്നു. അപ്പം ഞാൻ ആദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ സ്റ്റാഫുമായി ചേർത്ത് വന്ന അലിഗേഷൻസിന്റെ നിജസ്ഥിതി കമ്മീഷന്റെ മുമ്പിൽ ആദ്യം ഞാൻ പറഞ്ഞു. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്, എന്താണ് വാസ്തവം, എന്തൊക്കെയാണ് തെറ്റായ കാര്യങ്ങൾ, അത് ഞാൻ അവിടെ പറഞ്ഞതിന് ശേഷം ആണ് ശ്രീ PC വിഷ്ണുനാഥ് MLA ഇതുപോലെയാണ് വിത്ത് റെഫറൻസ് ഓഫ് ഉമ്മൻചാണ്ടിയാണ് ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്തത്. അപ്പം ഉമ്മൻചാണ്ടി സാറിന് എന്നെ അറിയില്ലായിരുന്നു, ടീം സോളാറിനെ അറിയില്ലായിരുന്നു. പക്ഷേ ടീം സോളാർ എന്ന് പറയുന്ന കമ്പനി നടത്തുന്ന പദ്ധതികളെ പറ്റി ഒരു MLAക്ക് അദ്ദേഹം റെഫർ ചെയ്ത് കൊടുത്തതിന്റെ റെഫറൻസ് ലെറ്റർ എൻ്റെ കയ്യിലുള്ളപ്പം അദ്ദേഹം അത് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് അറ്റ്ലീസ്റ്റ് എനിക്ക് കമ്മീഷനെയെങ്കിലും ബോധിപ്പിക്കണമെന്ന് തോന്നി. ഇങ്ങനെയുള്ള അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വിത്ത് എവിഡൻസ് ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയില്ല. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അബ്സ്ട്രാക്റ്റ് ആയിട്ട് അതിന് കാര്യങ്ങൾ ഞാൻ സംസാരിക്കും. പക്ഷേ കള്ളമാണെങ്കിൽ, അദ്ദേഹം പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാനത് കള്ളമാണെന്ന് തെളിയിച്ചിരിക്കും. ഞാൻ അന്വേഷിക്കാറില്ല. രണ്ട് ഫോണുകൾ FIR എടുക്കാൻ പറഞ്ഞ സാഹചര്യമാണ് വളരെ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സമ്മർദ്ദമുണ്ടോ, പേടിയുണ്ടോ? ഇല്ല, എനിക്ക് പേടി എന്ന് പറയുന്ന ഞാൻ ഇന്ന് രാവിലെ ഞാൻ മാതൃഭൂമി ചാനലിനോട് പറഞ്ഞത് ആക്ച്വലി ഞാൻ ഒരു റിലാക്സ്ഡ് ഒരു മാനസികാവസ്ഥയിലാണ്. കാര്യം നമ്മൾ 2-3 വർഷമായിട്ട് 3 വർഷം തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ജയിലിൽ കിടന്ന 9 മാസത്തെ 1 വർഷമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ കഴിഞ്ഞ 3 വർഷങ്ങളായി. പിന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. മുഖ്യമന്ത്രി നടത്തിയ പച്ചക്കള്ളമായ പ്രസ്താവനകളെ എതിർക്കാനുള്ള തെളിവുകൾ തന്റെ കൈവശമുണ്ട്. സോളാർ കമ്പനിയെ അറിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തെളിവോടുകൂടി തന്നെ നിഷേധിക്കാൻ തനിക്ക് കഴിയും. അത് സോളാർ കമ്മീഷന് മുമ്പാകെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു MLAക്ക് റെഫർ ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയ കത്ത് തെളിവായി ഹാജരാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് താൻ പറഞ്ഞത് എന്നതാണ് സരിത എസ് നായർ പറഞ്ഞത്.